ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിജിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഇന്നലത്തെയൊക്കെ വീഡിയോ കണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണ്ടേ. പിന്നെ ഇന്നും ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങളെ ആരെയും വലിയ വീഡിയോ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പം എന്താ, റീസന് എക്സാം ഇനി നാളെ ലാസ്റ്റാണ്. റീസൺ രക്ഷപ്പെട്ടെന്നുള്ളതാണ്. അതിൽ കൂടുതൽ ഞാനും രക്ഷപ്പെട്ട്. സമയം കിട്ടുന്നതല്ലേ ഇവൻ്റെ പുറകെ നടപ്പും വീട്ടു ജോലി ചെയ്യുന്നതും ഒക്കെ. ഇന്നാണെങ്കിൽ ഇന്നൊട്ടും ജോലിയില്ല, എനിക്ക് സമയം കിട്ടുന്നില്ലായിരുന്നു. ഇന്ന് തൂത്ത് തുടയ്ക്കാൻ ആളിനെ വിളിച്ചായിരുന്നു. അവരുടെ പുറകെ ഞാൻ നിൽക്കണ്ടേ. എന്തുകൊണ്ടും നല്ലതാണ്, നമ്മുടെ സമയത്ത് ആൾ വരുന്നു, ചെയ്യുന്നു, നമുക്കിഷ്ടമുള്ളത്. മറ്റേതെന്ന് പറയാൻ നമ്മളൊരു മാസം തൂത്ത് തുടയ്ക്കുന്നതിന് 800, പിന്നെ ബാത്റൂം കഴുകുകയാണെങ്കിൽ 100, ഫാൻ തുടയ്ക്കുകയാണെങ്കിൽ 100, എല്ലാം കൂടെ 1000. ഇതിപ്പം ദിവസം 100 രൂപയോ 130 രൂപയോ കൊടുക്കുകയാണെങ്കിൽ ദിവസമല്ല, നമുക്ക് ആഴ്ച ഒരു ദിവസം വിളിച്ചാൽ മതിയല്ലേ. നാട്ടെ എൻ്റെ കയ്യിൽ എപ്പോഴും ഇത് കാണും. എനിക്കെന്തോ ഒരു വല്ലാത്ത ഒരു സംതൃപ്തിയാണ് കിടാ ഇങ്ങനെ കേൾക്കുന്നത്. ഇപ്പം വയ്യാതെ ഇവിടെ വയ്യാതെ ഇവിടെ ഇരിക്കുവാന്ന് വെച്ചോ, ഒരു കൊതു അതിലേ ഓടുവാന്ന് വെച്ചോ, ഞാൻ എങ്ങനെ അതിൽ ചാട്ടി എണ്ണിക്കുക. അതൊക്കെ അഹങ്കാരമില്ല. അന്നേരം എനിക്ക് എണീറ്റൂടെ, അല്ലെങ്കിൽ ഇവിടെ നടുവേദന പറഞ്ഞിരിക്കും. ഒരു കൊതു അങ്ങോട്ട് ഓടുവാണെങ്കിൽ എൻ്റെ നടുവേദനയും പോകും, എല്ലാം പോകും. ഞാനതിനെ കൊന്നിരിക്കും. പ്രൈസനൊക്കെ രാത്രി സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടേ. എവിടെയെങ്കിലും ഇപ്പം അങ്ങ് ഇന്നലെ അല്ല മെനഞ്ഞാന്ന് ആ മുറി പോലെ തന്നെ ഇവിടെ കൊതു ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയി നോക്കിയോണ്ടേ ഡാഡി ഫാൻ ഏറ്റവും കുറച്ചായിട്ടിരിക്കുന്നത്. അപ്പം അവിടെ കൊതുക് ഇങ്ങനെ ഡാഡിയുടെ അടുത്ത്. എനിക്കാണെങ്കിൽ ഡാഡിയുടെ വീട്ടിൽ കൊതുക് ഇരിക്കുന്നത്. അതങ്ങ് എനിക്കങ്ങ് അടിച്ചോളാം വയ്യായിരുന്നു. എന്നിട്ട് അതിനെ ഒന്ന് കൊട്ടി വിടാന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് ബാറ്റി കൊണ്ട് അടുത്ത് ഇങ്ങനെ ആ കൊതുകിൻ്റെ അടുത്ത് ഇങ്ങനെ ആക്കിയതാണ്. ഡാഡി നല്ല ഉറക്കമായിരുന്നു. നേരത്തെ കൊണ്ട് അവർ പറഞ്ഞു സോറി ഡാഡി. അങ്ങനെ ഒത്തിരി പോയി കൊതുകുണ്ടായിരുന്നു അവിടെ. കൊന്നിട്ടുണ്ടല്ലേ കൊതുകിന്, ഇങ്ങനെ അടിച്ചിട്ടിട്ടുണ്ടല്ലേ, ചിലപ്പോൾ തറയിൽ വീഴുമെങ്കിൽ എനിക്ക് അതിനെ ഒന്ന് ചവിട്ടി ആ രക്തം പോകുന്നത് കാണാനും ഇതാ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ തറയിൽ വീഴുവാണെങ്കിൽ ആരെങ്കിലും ഒന്ന്, ഞാൻ അതുകൊണ്ട് അത് അതിൻ്റെ അകത്തിരുന്ന് ചാകുന്നിടം വരെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങ് ചത്തങ്ങ് പുക പോലെ പോകല്ലേ. അല്ലാതെ തറയിലെങ്ങനെ വീഴുവാണെങ്കിൽ ആരെങ്കിലും ഒന്ന് ചവിട്ടുവാണെങ്കിൽ ആ ചപ്പലിൽ അവിടെ മൊത്തം ആകുമെന്നുള്ളതാണ്. പിന്നെ രാവിലെ നമുക്ക് ജോലിയാണ്. അവൻ പറയാ, എന്നോട് പറയത്തില്ല ഈ ഗെയിമിൻ്റെ അകത്ത് ഇവർ ചില ഗെയിം കളിക്കത്തില്ല, ഇങ്ങനെ തോക്കും കൊണ്ടൊക്കെയുള്ള വെടി വെക്കുന്നതൊക്കെ മാറിനൊക്കെ. അവൻ പറയാം, എന്നോട് മമ്മി പറയാമല്ലേ അത് കളിക്കല്ലെന്ന്. പിന്നെ മമ്മി എന്തിനാ തന്നെത്താൻ പോയി കൊല്ലുന്നു. ഇത് കൊതുക, അല്ലെങ്കിൽ നിങ്ങളുടെ രക്തം മൊത്തം പോകും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് അസുഖം മലേറിയൊന്നും വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. അല്ലാതെ ഗെയിം അല്ല ഇത് ജീവിതമാണ്. ഇനി ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. ചിലർ പറയും ഈ പെണ്ണുമ്പോൾ ഇവിടെ വന്നത് ഇങ്ങനെ വിടുപെട് പറയുന്നത്, ഇവർക്ക് വേറെ ജോലിയില്ലേ, ഇവർക്ക് വീഡിയോ വിടു എത്ര പറയും, ഇവർക്ക് വീഡിയോ ഇടുന്നെങ്കിൽ വീഡിയോ ഇട്ടൂടെ എന്ന് പറയും. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. വെളിയിൽ പോയി ഇരിക്കുന്ന വെറുതെ പഠിക്കാൻ ഇവിടെ വന്നിരിക്കുവോ? തണുക്കുന്നോണ്ട് ഇരിക്കുവോ? പ്രീസനെ കാണാനില്ലല്ലോടാ. കാണാനുണ്ടോ? ഞാൻ എഡിറ്റ് ചെയ്യാൻ വന്നിരിക്കുക. എൻ്റെ അടുത്തുണ്ട് ഈ സാധനം. അതിനെ പ്രസന്ന പറയുമായിരുന്നു, പ്രസന്നയുടെ കയ്യിലും അല്ല, പ്രസന്ന ഇതുപോലാന്ന്. രാത്രി മൊത്തം ഞാൻ ഇതുകൊണ്ടാണ് നടക്കുന്നത്. രാവിലെ ഇഡലിയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇഡലിയൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കണം. ചായ ഒഴിച്ചിട്ടുണ്ട്, പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഓരോന്നിങ്ങനെ ചെയ്യുക. ഇങ്ങനെ അടപ്പത്ത് നേരത്തെയൊക്കെ ഞാൻ 2 ഇഡലി പാത്രത്തിലൂടെ അങ്ങ് ചെയ്യുമായിരുന്നു. ഇപ്പം പിന്നെ 2 കൂടെ എടുത്ത് മെനക്കെടുത്തുന്നില്ല, ഒരാളെ എടുക്കുന്നുള്ളൂ. എനിക്ക് സ്റ്റീലിൻ്റെ ഇതിനേക്കായി ഇതാണ് എനിക്കിഷ്ടം. ആ സ്റ്റീലിൻ്റേത് ഒരു ഇച്ചിരി ചെറിയ ഇഡലിയാണ്, പക്ഷേ കൂടുതൽ എടുക്കാം. അതിൽ 13 എണ്ണം ഉണ്ടാക്കാം. ഇതിൽ 10 ഒക്കത്തുള്ളൂ. അപ്പോൾ ഇഡലിയൊക്കെ ഉണ്ടാക്കി, എന്നാലും
ഒത്തിരി അങ്ങ് പഞ്ഞി പോലായിട്ടില്ല. ഡോർണത്തിന് ചിലപ്പോൾ ഇങ്ങനെ കീറി വരും. കൊച്ചുങ്ങൾ താഴെ കളിക്കുന്ന സൗണ്ട് ഇവിടെ കേൾക്കാം. അപ്പം എല്ലായിടവും ഇവിടെ ഇപ്പം ഞാൻ ഫാൻ നിർത്തിയിട്ട് തണുപ്പാണേലും ഞാൻ ഫാൻ ഇട്ടിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര പറ സൗണ്ടായിരിക്കും. അതുകൊണ്ട് തണുപ്പാണെങ്കിലും AC ഇട്ടിട്ടേ നമുക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. ഹോളിലാണെങ്കിൽ അവരിട്ടിട്ടേ ഇല്ല. ഹോളിലാണെങ്കിൽ പണ്ടേ അവന് ഫാൻ അങ്ങനെ വേണ്ട. ചൂട് സമയത്താണെങ്കിലും അവന് ഫാൻ കുറച്ചേ ഇടത്തുള്ളൂ. ഇപ്പോഴാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഞാൻ ഹോളിൽ പോയി നമ്മളിപ്പം രാത്രി പ്രെയർ ചെയ്യാൻ പോയി ഇരിക്കുമ്പോഴന്നേരമാണ് ഞാൻ ഫാൻ ഇടടാ, സ്പീഡ് കൂട്ടടാ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ സാമ്പാർ എങ്ങാണോ ഉണ്ടെങ്കിലും റീച്ചാനേ സാമ്പാർ ഇഷ്ടമല്ല. റീച്ചാൻ എന്തോന്ന് കൂട്ടി കഴിക്കുന്നത് ഇല്ലേ? ഇഡലിപ്പൊടി ഉണ്ടല്ലേ, ഇഡലിപ്പൊടി എന്നും പറഞ്ഞ് ഒരു പൊടിയുണ്ട്. അത് ഇച്ചിരി വെളിച്ചെണ്ണ ചാലിച്ച് കഴിക്കുന്നതാണ്. അത് ടേസ്റ്റൊക്കെയാണ്, പക്ഷേ അതിത്തിരി പിന്നെ കൂടുതൽ പീസ് കാണും. അന്നേരം എനിക്ക് അതങ്ങോട്ട്, പക്ഷേ ടേസ്റ്റ് ഉണ്ട്, അതങ്ങോട്ട് ഇഷ്ടമല്ല. റീച്ചാൻ അതേ ഇഷ്ടമുള്ളൂ. റീച്ചാൻ അത് കൂട്ടിയാണ് കഴിക്കുന്നത്. പക്ഷേ ഇച്ചിരി നല്ല എരിവുണ്ട് അതിന്. ഇത് ആച്ചി ഇഡലി പൗഡർ എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്, ആച്ചി. ഞാൻ സാമ്പാർ ഇന്നലെ വൈകിട്ടേ വെച്ചു. രാവിലെ അതിനൊന്ന് കടുക് വറക്കണം. മേശപ്പുറത്തേക്ക് മഴയാണെന്ന് പ്രതീക്ഷിക്കരുതേ. ബിൽഡിങ്ങിൻ്റെ പണിയാണ്, വെളിയിൽ നിന്ന് വെള്ളം ഒഴിക്കുക. ഇല്ലേ, പൂഴി മണ്ണിൻ്റെ അകത്തേ വെള്ളം വീഴുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലേ, ആ സ്മെല്ലാണ് ഇപ്പം. വെളിയിലെല്ലാം തുണി കിടക്കുമായിരുന്നു. അവർ വന്ന് പറഞ്ഞ് തുണി എടുക്കുന്നു. ചില സമയത്ത് ഇവർ പറയത്തില്ല, അതാ ബുദ്ധിമുട്ട്. അപ്പം ഞങ്ങൾ എന്നാലും കംപ്ലൈൻ്റ് ഇട്ട് പറയണം, എന്നാലേ ഞങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ആ തുണികൾ രണ്ടിടത്തേയും തുണികൾ ഇങ്ങെടുത്ത് അപ്പം വെള്ളം ഒഴിച്ച് എന്തോ ചെയ്യുക. ഈ കുഞ്ഞ് കിളിമീനുണ്ടല്ലേ, അത് ഉണ്ടായിരുന്നു. അതൊന്ന് തോരൻ വയ്ക്കാമെന്നും പറഞ്ഞിരിക്കുക. ഇതിനങ്ങ് ഭയങ്കര ചെതുമ്പല. ആ തലയും കൂടെ പോയാൽ പിന്നെ ഒന്നുമില്ല. പക്ഷേ തോരനൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് വറുത്താലൊക്കെ തിന്നാൻ. ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ മുള്ള് കട്ടി കുറഞ്ഞ മുള്ളാണ്, നല്ല സോഫ്റ്റ് മുള്ളാണ്. പക്ഷേ മുള്ളൊന്നും നമ്മുടെ വായിപ്പോയാൽ പ്രശ്നമാണ്, ഷാർപ്പാണ്. മത്തിയുടെ കൂട്ട് കട്ടിയുള്ള മുള്ളല്ല. മീൻ തോരൻ ഇവിടെ പിള്ളേർക്ക് രണ്ടിനും ഇഷ്ടമാണ്. പക്ഷേ പ്രൈസന് മീൻ ഇഷ്ടമല്ല, കാരണം മുള്ള് പേടിച്ച്. അതുകൊണ്ടാണ് ഞാൻ ഈ മീൻ തോരൻ വെക്കുന്നുണ്ടേ തേങ്ങ നമുക്ക് ഒത്തിരി അങ്ങ് തേങ്ങയില്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു 2 സവാളയൊക്കെ ഞാനത് അരിഞ്ഞ് ചേർക്കും. അന്നേരം അതിനൊരു ഇത്തിരി പീര കൂടുതൽ കിട്ടുമല്ലോ, ആ പീരയാണ് അവനെടുത്ത് കൊടുക്കുന്നത്. ആ പീര ഇട്ട് നമുക്ക് ഇത്തിരി ചോറ്, എനിക്കാണെങ്കിൽ മീൻ തോരനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു ചോറ് വേണ്ട, ആ തോരൻ കൂട്ടി മാത്രം ഞാൻ കഴിക്കും. എനിക്കങ്ങനെ കറിയൊക്കെ കുഴച്ചൊഴിച്ച് നിനക്ക് ഇങ്ങനെ ഇത്തിരി ഡ്രൈ ആയിട്ട് ഇട്ടുള്ളത് കഴിക്കുന്നതാണ് ഇഷ്ടം. അർബനി നാള് വന്നു, അവൾ പോയില്ല. ഞാൻ തൂത്തെല്ലാം കഴിഞ്ഞ് ഇനി അകത്ത മുറി തുടയ്ക്കുന്നു. അപ്പം ഞാൻ ഇവിടെ വന്നേ 1 മണിക്കൂറാവുന്നു, ഇനിയും 15 മിനിറ്റ് കൂടെ ഉള്ളൂ.
റൈസൻ, സ്കൂളിൽ എന്തെങ്കിലും വർക്കുണ്ടോ? അത് പോയി നോക്ക്. അയ്യോ, കണ്ണീന്ന് കണ്ണാടി ഊരിപ്പോയടാ. കണ്ണീന്ന് കണ്ണാടി ഊരിപ്പോയി. കറി ഇങ്ങനെ അന്ന് വെച്ച പരിപ്പും ചീരയും പരിപ്പൂടെ ഇട്ട്, അല്ല ദുതിയും പരിപ്പൂടെ ഇട്ടെ, ദുതി ചൊരയ്ക്ക അതിരിപ്പുണ്ട്. സാമ്പാർ ഇരിപ്പുണ്ട്. ഇവർക്കൊക്കെ കൊടുത്തു കേട്ടോ. ഇന്നലത്തെ ഇല്ല, ചിക്കനും ഉരുളൻകിഴങ്ങും കൂടി ഇട്ടില്ലേ, ആ കൂട്ടാൻ ഉണ്ടായിരുന്നു. ഇത് പച്ചുള്ളിയായി കിട്ടിയത്. ഓക്കെ, ഇനി ഇച്ചിരി കാപ്പി ഉണ്ടാക്കട്ടെ. നേരത്തെ വന്നേ ഇവളുടെ ഫ്രണ്ടാ, അവള് പറഞ്ഞെന്ന് ഇവിടെ വരുന്നതെന്ന് മനസ്സിലായി. നല്ല ആൻറ്റിയാ എന്ന് പറഞ്ഞെന്ന്. ഇച്ചിരി ഉപ്പൂടിട്ട് ഉലുവാപ്പൊടി എന്തിയെ. ഇതിൽ ഞാൻ അരപ്പിൽ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചായിരുന്നേ. കറിവേപ്പില ഇടാം. നല്ല പൊടിക്കറിവേപ്പില മണമുള്ള. ഞാൻ മീൻ പകുതി ആ ബെല്ലടിച്ച് പിന്നെ ഞാൻ അത് അടച്ചു വെച്ചിട്ട് പിന്നെ അവിടെ കൂടെ പോയിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് ബാക്കി പരിപാടി ചെയ്തത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെള്ളം അടിക്കുക. വെള്ളം ഞാൻ ജനൽ അടച്ചിട്ടും അകത്തോട്ട് കുറച്ച് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ അവിടെ എല്ലാം കഴുകിയിടണേ, പക്ഷേ ആ പുറത്തുള്ള എല്ലാം എൻ്റെ ഗ്ലാസിൻ്റെ അകത്തായിട്ടുണ്ട്. ഇനിയും ഇവരെ ഒരു പ്രാവശ്യം വിളിക്കുന്നുണ്ട്, ഈ കൊച്ചിനെയും കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കണം. അപ്പം ഞാൻ ഒരാൾ നമ്മൾ പരിചയമായതുകൊണ്ട് ഇപ്പോൾ 2-3 തീരെ ഞാൻ ഇവളെ തന്നെ വിളിച്ചത്. അത് ഞാൻ ഈ ചെയ്ത സമയത്ത് ഇന്ന് ആദ്യമായിട്ടാണ് വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ അല്ലേ, അന്നേരമല്ല ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ അതിൻ്റെ ഇടയ്ക്കുള്ളതൊക്കെ ഞാൻ ഒന്ന് വീഡിയോ എഡിറ്റ് ചെയ്തായിരുന്നു. ഇവള് കർണാടക കൊച്ചാ, സൗത്ത് ഇന്ത്യനാണ്. ഞാൻ ആ മീനിൻ്റെ അകത്ത് വലിയതൊന്ന് പീസാക്കി, അങ്ങനെ ചിലതൊക്കെ പീസാക്കാതെ ഇട്ടിട്ടുണ്ടേ. അപ്പം നന്നായി അരപ്പൊക്കെ, ഇത്ര അരപ്പുണ്ട്, അപ്പം എല്ലാവർക്കും ഇച്ചിരി അരപ്പൊക്കെ എടുത്ത് കൊടുക്കാം. ഇവർ വരുന്ന ഉടനെ ഞാൻ ഹോളിൽ നിന്ന് ഇവരെ എല്ലാവരെയും അങ്ങ് അകത്ത് കൊണ്ടു വിടിയിപ്പിക്കും. എന്നിട്ട് ഞങ്ങൾ ഹോളെല്ലാം നന്നായിട്ട് തുടച്ചതിന് ശേഷം പിന്നെ എല്ലാവരെയും ഇങ്ങോട്ടാക്കും. എന്നിട്ടാണ് അകത്തെ മുറി ചെയ്യുന്നത്. ചട്ടി നിരങ്ങി ഇങ്ങ് വന്നോ, കണ്ടില്ല വീഡിയോ. അപ്പം തോരനൊക്കെ റെഡി ആയായിരുന്നു. ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതവിടെ ഓഫാക്കി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെ പച്ചക്കറി അങ്ങനെ കൂട്ടാൻ വെക്കാനായിട്ട് ഞാൻ നോക്കണം. പെട്ടെന്ന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉരുളൻകിഴങ്ങ് എടുത്ത് തോരൻ വെക്കാമെന്ന് വെച്ചാൽ. അപ്പം ഞാൻ അവൾക്ക് അത് കഴിഞ്ഞ് കോഫി ഉണ്ടാക്കി കൊടുത്ത്. അപ്പോൾ അവൾക്ക് അന്നേരം ഇവിടെ ഞാൻ 2 മണിക്കാണ്, അല്ല 1:30 ആണ് വിളിച്ച്. അപ്പോൾ 1 മണിക്കൂർ. അപ്പോൾ നമുക്ക് ബ്രേക്കിംഗ് ടൈം അവർ കൊടുത്തേക്കുന്നത് 3 മണിക്കാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഓഫീസ് വല്ലതും ഉണ്ടോ ഇരുന്നും ആഹാരം കഴിക്കാനെന്ന് പറയും. ഇല്ല, ഞങ്ങളുടെ ഇവിടെ അടുത്ത് 2 ഗാർഡനുണ്ട്. ഒന്ന് ഇവിടെ ഒരു സായി ഗാർഡനും ഒന്ന് മേളി മുനിസിപ്പാലിറ്റിയുടെ ഒരു ഗാർഡനും. ഇപ്പോൾ ഈ സായി ഗാർഡൻ ഉച്ചയ്ക്ക് അവർ അടയ്ക്കുമെന്ന് തോന്നുന്നു. അത് അടച്ചിട്ടൊരു 4:30 ആയിട്ട് അങ്ങോട്ട് ഓപ്പൺ ചെയ്തോളൂ. അന്നേരം മേളിലാവുമ്പം കുഴപ്പമില്ല. അപ്പോൾ അവർ ചെന്നിരുന്നാണ്. ഇവളും നേരത്തെ ഇവിടെ വന്ന ഇവളുടെ ഒരു ഫ്രണ്ടുണ്ട്, ഇവർ രണ്ടും അടുത്തടുത്താണ് അവിടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നതും. 2 പേരുമാണ് വരുന്നത്, 2 പേരും ഇവിടെ പോകുന്നതൊക്കെ. ചില സമയത്ത് ആർക്കെങ്കിലും വർക്കുണ്ടെങ്കിൽ, ജോലി ഉണ്ടെങ്കിൽ അവർ നിന്നിട്ട് അവളങ്ങ് പോകും. അതുകൊണ്ട് അവർ 2 കൂടാണ് പോയി. ഉച്ചയ്ക്ക് 2 പേർ കൂടെ ഒരുമിച്ചാണ് ബ്രേക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് അവരവിടെ ഗാർഡനിലിരുന്നാണ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ എപ്പോഴാണ് കോള് വരുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് പോവുക. അപ്പോൾ ഈ വന്ന കൊച്ചാണ് ഇന്നും ഇവിടെ വന്നത്. അപ്പം ഞാൻ ചോദിച്ചു, നീ നാട്ടിൽ പോകാറുണ്ടോ? 5 വർഷമായെന്ന്.
നാട്ടിൽ പോയിട്ട്. ഈ ജോലിക്ക് കയറിയാലൊരു നെഗറ്റീവ് വശമുണ്ട്. അവരവധി അങ്ങനെ എടുക്കുകയാണെങ്കിൽ അവരുടെ ID കട്ട് ചെയ്യുമെന്ന്. പിന്നെ ആ ജോലി കിട്ടാം. 10-30,000 രൂപയെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹെർബലിൽ സ്നാപ്ഡിറ്റിൻ്റെ അത്രയും ജോലി ഇല്ലെന്ന് തോന്നുന്നു. അവർക്ക് രാവിലെ തന്നെ അവരുടെ കോൾ, എനിക്ക് തോന്നുന്നു ഈ പിന്നെ എവിടെയൊക്കെ കോൾ ഉണ്ടെന്ന് വെച്ചാൽ ഹിസ്റ്ററി അവർക്ക് അറിയാമെന്ന്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അന്നേരം ഇന്നാണെങ്കിൽ 1 മണിക്കൂറിൽ കൂടുതൽ എടുത്ത സമയമൊക്കെ. ഞാൻ പറഞ്ഞു, അയ്യോ താണ്ട സമയമായല്ലോടി. അപ്പോൾ അവൾ പറഞ്ഞ്, ഞാൻ പറഞ്ഞു കാപ്പി കുടിച്ചിട്ട് പോകാൻ സമയമുണ്ടോ? അന്നേരം പറഞ്ഞു എനിക്കിനിയും 5:45 ഉള്ളു കോളെന്ന്. അപ്പോൾ അത്രയും നേരം അവൾ ഫ്രീയാണ്. പിന്നെ ഞാൻ കാപ്പിയൊക്കെ ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് അവൾ പോയി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഈ പിന്നെ ഉരുളക്കിഴങ്ങ് തോരനും വെച്ച് ഇന്നലത്തെ സാമ്പാറുണ്ടായിരുന്നു. മറ്റേ കറി വേണ്ടിയവർക്ക് അത് കൊടുക്കാം. ഞാനപ്പോൾ സാമ്പാറാണ് ഉച്ചയ്ക്കെടുത്ത് ചൂടാക്കിയത്. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.